RMB നേതാവിന്റെ സ്ത്രീവിരുദ്ധ പരാമർശനത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്താൻ ഡിവൈഎഫ്ഐ തയ്യാറെടുക്കുന്നു. KS ഹരിഹരനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി PC ഷൈജു 24 പറഞ്ഞത്. വടകരയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ UDF ചെയ്തുകൊണ്ടിരിക്കുന്നത് വർഗീയ സ്ത്രീവിരുദ്ധ പരാമർശങ്ങളാണ്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇന്നലെ നടന്നിട്ടുള്ള ഈ ഹരിഹരന്റെ ഈ പരാമർശം എന്ന് പറയുന്നത്. ഇപ്പൊ കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ ആകെ അങ്ങേയറ്റം അപമാനിക്കുന്ന രൂപത്തിലേക്കുള്ള ഈ പരാമർശത്തിനെതിരായി ജനകീയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരും. അതോടൊപ്പം തന്നെ നിയമപരമായി ഈ വിഷയത്തിനകത്ത് പരാതി കൊടുക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ എന്ന നിലക്ക് ആലോചിച്ചിട്ടുള്ളത്. രാഹുൽ സുരേഷ് വീണ്ടും കോഴിക്കോട് നിന്ന് ചേരുന്നു. രാഹുൽ, ഇതൊരു നാവുപിഴയാണെന്നാണ് DCC അധ്യക്ഷൻ പറഞ്ഞത്. എന്നാൽ അങ്ങനെ അങ്ങ് വകവെച്ച് കൊടുക്കാൻ CPM തയ്യാറല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പറയൂ വിവരങ്ങൾ. തീർച്ചയായിട്ടും SKN RMB കേന്ദ്ര നേതാവായിട്ടുള്ള KS ഹരിഹരന്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തെ രാഷ്ട്രീയമായി നേരിടാനാണ് നിലവിൽ CPM-ന്റെയും ഡിവൈഎഫ്ഐയുടെയും തീരുമാനം. അത് വ്യക്തമാക്കുകയാണ് ഡിവൈഎഫ്ഐയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി കൂടി ആയിട്ടുള്ള PC ഷൈജു. അതായത് പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് നിലവിൽ ഡിവൈഎഫ്ഐയുടെ തീരുമാനം. KS ഹരിഹരനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം അല്പം മുമ്പ് 24-നോട് വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ KS ഹരിഹരനെതിരെ പരാതി നൽകാനും നിലവിൽ ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്ക് ഉടൻ കടക്കുമെന്നാണ് ഡിവൈഎഫ്ഐ ഈ ഘട്ടത്തിൽ പറയുന്നത്. SKN സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഹരിഹരന്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തെ തള്ളി UDF-ഉം RMB-യും നിലവിൽ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ പരിപാടിയുടെ സംഘാടകം കൂടിയായിരുന്നു DCC പ്രസിഡന്റ് ആയിട്ടുള്ള പ്രവീൺ കുമാർ. അദ്ദേഹത്തിന്റെ പ്രതികരണം അല്പം മുമ്പ് നമ്മൾ കേട്ടതാണ്. അതായത് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത നടപടിയാണ് ഉണ്ടായത്. അതിനെ UDF നേതൃത്വം തള്ളിക്കളയുന്നു എന്നാണ് പ്രവീൺ കുമാർ അല്പം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത്. അതോടൊപ്പം KK രമയുടെ പ്രതികരണവും നമ്മൾ കണ്ടതാണ്. ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത പ്രതികരണമാണ് ഹരിഹരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതൊരിക്കലും RMB അതിനോട് യോജിക്കുന്നില്ല. ആ പ്രതികരണം തള്ളിക്കളയുന്നുവെന്ന് RMB-യും വ്യക്തമാക്കുന്നു. എന്താണെങ്കിലും ഈ വിഷയം രാഷ്ട്രീയമായി തന്നെ നേരിടും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിരിക്കുകയാണ് ഡിവൈഎഫ്ഐയുടെ ഈ പ്രതികരണത്തിലൂടെ. SKN. ഓക്കെ, താങ്ക് യു രാഹുൽ സുരേഷ്.